ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മളിവിടെ വത്തക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കുരു കളയണമെന്നുള്ളവർക്ക് കളയാം കേട്ടോ. ഞാൻ കുരു കളയാണ്ടാണ് എടുത്തിട്ടുള്ളത്. ഈ തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് അളവിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് പാൽ ഒഴിച്ചിട്ടുള്ളത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതിൽ പഞ്ചസാര ചേർക്കണില്ല കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു മധുരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസാണ്. കസ്കസോ അല്ലെങ്കിൽ ചിയാ സീഡോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്ട്രോബെറിയുടെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് ചേർക്കുക. കൂടുതൽ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് റോസ് എസൻസും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഫ്ലേവർ ഏതാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു 3-4 ഡ്രോപ്പ് സ്ട്രോബെറി എസൻസ് ആണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഞാൻ ടൈഗറിൻ്റെ സ്ട്രോബെറി എസൻസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.